ഈ പടർന്നു വരുന്ന ചെടികൾ പരമാവധി വീട്ടിനോട് ചേർത്ത് വെക്കാതിരിക്കുക. ഒന്ന്. രണ്ടാമത് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇത് വെക്കാതിരിക്കുക. എന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പേടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാമ്പേ ഉള്ളൂ. പറയാൻ പറ്റുമോ? ഒരു ജനങ്ങളെ ഏറ്റവും കൂടുതൽ പേടിയിലേക്ക്, വീട്ടമ്മമാരെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒറ്റ പാമ്പേ ഉള്ളൂ. ഇപ്പോൾ ജനിച്ച കുഞ്ഞ് മൂർഖൻ്റെ ഒരു 5-10 ദിവസമുള്ള മൂർഖൻ്റെ കടി കിട്ടിയാൽ ഡെത്ത് സംഭവിക്കത്തില്ല, മരണം സംഭവിക്കത്തില്ല. പക്ഷേ മരുന്ന് ആവശ്യമാണ്. പക്ഷേ രാത്രി കാലങ്ങളിലാകുമ്പോൾ ചെറുതാകുമ്പോൾ ഇരുട്ടത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കുഞ്ഞല്ലേ, അറിയത്തില്ല, ചെറിയ വേദന ഉണ്ടാകും. പക്ഷേ ഇതൊന്നും വാർത്ത വരുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടായിരിക്കും വാർത്ത വരാത്തത്? വാർത്ത വന്നാൽ പല ആൾക്കാർക്ക് നാണക്കേടാവുന്നുണ്ട്. പലരും അറിയില്ല, അപ്പോൾ ആവാസരക്ഷ കടി വരുമ്പോൾ മാത്രമേ ആഘോഷങ്ങളാവുന്നുള്ളൂ. ഗ്യാസ് ഊറ്റി കൊണ്ട് വെച്ചിട്ട് പോയി, പുള്ളിക്കാരെ കൊണ്ട് വെച്ചിട്ട് പോയി, 2 മിനിറ്റ് പാൻ്റെ ഇടയിൽ നിന്ന് ഒരു പാമ്പ് ഇറങ്ങി വരുന്ന അമ്മ കണ്ടു. അമ്മ കാലുകൊണ്ട് അതിനെ തട്ടി വെളിയിൽ കളയാൻ ശ്രമിച്ചു, കടിച്ചു. ഈ വീഡിയോ കാണുന്ന മുഴുവൻ പേരും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഇരുമ്പ് അലമാരകൾ വാങ്ങുമ്പോൾ ആ ബോക്സ് ഫില്ലായിട്ടുള്ള ബോക്സ് വാങ്ങിയില്ലെങ്കിൽ അടിയിൽ കാല്, അതെ, അപ്പോൾ ഇതിനകത്തൊരു സ്പേസാണ്. ഇതിനകത്ത് പാമ്പുകൾക്ക് മാസങ്ങളിരിക്കാം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്, രോഗകാലമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ മഴക്കാലത്ത് വീടുകളിലേക്ക് എത്തുന്ന ഇഴജന്തുക്കളെക്കുറിച്ചുള്ളത്. യഥാർത്ഥത്തിൽ ഈ മഴക്കാലത്ത് ഇഴജന്തുക്കൾ കൂടുതൽ അപകടകാരികളായി മാറുന്നുണ്ടോ? ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൗമുദിയുടെ പ്രേക്ഷകർക്ക് മുഖവര ആവശ്യമില്ലാത്ത, പരിചയപ്പെടൽ ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്നേക് മാസ്റ്റർ സുരേഷ്, നമസ്കാരം. നമസ്കാരം. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മുഖവരുടെ ആവശ്യമില്ല. അപ്പോൾ ഈ മഴക്കാലത്ത് അപകടകരമാകുന്ന രീതിയിൽ ഇഴജന്തുക്കൾ എത്തുന്നു എന്ന് പറയുന്നത് യഥാർത്ഥ വാസ്തവത്തിൽ ശരിയാണോ? സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെ ആൾക്കാരെ ഭയപ്പെടുത്തി വാർത്ത സൃഷ്ടിക്കാം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചുമ്മാ കുത്തിക്കുറിച്ച് വിടുന്ന ഒരു സംഭവം നടക്കുന്നു. സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് പാമ്പിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു മഴ തുടങ്ങിയതിന് ശേഷം ഇപ്പുറം ഞാൻ സഞ്ചരിച്ചിട്ട് എനിക്ക് കിട്ടിയ കൂടുതലും വീട്ടിനകത്തുനിന്ന് കിട്ടിയ അതിഥികളെന്ന് പറയുന്നത് ചുവർ പാമ്പുകൾ എന്നറിയപ്പെടുന്ന അതിഥികളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേരയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വില്ലൂന്നി എന്നറിയപ്പെടുന്ന, കൊമ്പേരി എന്നറിയപ്പെടുന്ന പാമ്പാണ്. ഈ 3 പേരും കടിച്ച് കേരളത്തിൽ മരണപ്പെട്ടതായിട്ട് എനിക്കറിയില്ല. പിന്നെ അപൂർവമായിട്ട് ഇപ്പോൾ 2-3 കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തന്നെ വാട്സാപ്പിലിട്ട ഫോട്ടോസുകൾ നീർക്കോലി എന്നറിയപ്പെടുന്നത്. കാരണം അവർ ജീവിക്കുന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ട് വെള്ളം ശക്തമായിട്ട് അടിച്ചു കയറുമ്പോൾ അവർ പെട്ടെന്ന് കരയിലേക്ക് കയറും. പെട്ടെന്ന് അവർക്ക് കഴിഞ്ഞ് പോകാൻ പറ്റാതെ അവർ പെട്ടെന്ന് വള്ളിയിലോ പടർപ്പിലോ പിടിച്ച് മേലോട്ട് ചിലപ്പോൾ അടുത്ത് വീടുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറി വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പാമ്പിനെ ഭയപ്പെടണം എന്ന് ഞാൻ പറയാറില്ല, ഞാൻ ഭയപ്പെടരുതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ യാത്രയ്ക്ക്, കൗമുദിയുടെ യാത്ര, സ്നേക് മാസ്റ്ററിൻ്റെ യാത്രയ്ക്കിടയിൽ ഞങ്ങളിപ്പോൾ 3-4 സ്ഥലത്തു നിന്ന് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഷൂവിനകത്തുനിന്ന് ഉൾപ്പെടെ നമ്മൾ അതിഥികളെ പിടികൂടി. അത് വലിയ അതിഥികളല്ല, കുഞ്ഞു മൂർഖൻ അതിഥികളാണ് നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അതിനൊരു കാരണം, നവംബർ, ഡിസംബർ, ജനുവരി ഇണചേരുന്ന സമയമാണ്, വനമുള്ള പാമ്പുകളുടെ ഇണചേരുന്ന സമയമാണ്, മൂർഖൻ്റെ അണലിയുടെ. അത് കഴിഞ്ഞിപ്പോൾ മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോൾ മുട്ട വിരിയുന്ന സമയമാണ്. മൂർഖൻ്റെ മുട്ട അണലിയുടെ പ്രസവിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ 30, ഇപ്പം നമുക്ക് നമ്മുടെ ഒരു യാത്രക്കിടയിൽ പോയി കിട്ടിയത് 35 കുഞ്ഞുങ്ങളെ കിട്ടി. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കിട്ടിയത് അതാണ്. അതെ, 35. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ 35 പേര് ഒരിക്കലും ഞാൻ മുന്നേ പോകാം, നിങ്ങളെല്ലാം എൻ്റെ പുറകെ വരുമെന്നും പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇപ്പോൾ കോഴി കുഞ്ഞുങ്ങൾക്കുണ്ട്, താറാ കുഞ്ഞുങ്ങൾക്കുണ്ട്, നായ്ക്കുഞ്ഞുങ്ങൾക്കും പൂച്ചക്കുഞ്ഞുങ്ങൾക്കും അങ്ങനത്തെ സംവിധാനമുണ്ട്. എല്ലാവരും ഒരുമിച്ച് സഞ്ചരിക്കും. ഇവർ അപ്പോഴും തന്നെ സ്പ്രേ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഭിന്നമായി സഞ്ചരിച്ച് പോകുന്ന ജീവികളാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചപ്പിനകത്തെങ്കിൽ ചപ്പിനകത്തിരിക്കാം, ചെരുപ്പിനകത്താണെങ്കിൽ ചെരുപ്പിനകത്തിരിക്കാം, നമ്മൾ വീട്ടിനകത്ത് ചവിട്ടിക്കകത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹൈറ്റ് കുറഞ്ഞ, അതായത് നിലവുമായിട്ട് ഹൈറ്റ് കുറഞ്ഞ സ്റ്റെപ്പുകളുണ്ട്, 2 സ്റ്റെപ്പുകളൊക്കെ വേണം. ആ സ്റ്റെപ്പ് വഴിയൊക്കെ കയറി നമ്മുടെ വീട്ടിനകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ വൈക്കത്തുനിന്ന് ഒരു വീട്ടിൻ്റെ മുറ്റത്ത്, അത് വരാന്തയിൽ നിന്ന് 2 അണലി കുഞ്ഞുങ്ങളെ കിട്ടി. ദുബായിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ സ്റ്റെപ്പിന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ അണലി കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. അത് സ്വാഭാവിക അണലിക്ക് അവിടെ 9 ഇഞ്ച് നീളമേ വരുന്നുള്ളൂ, പ്രസവിക്കുക 8-9 ഇഞ്ച് നീളം വരുന്നു. അപ്പോൾ അവിടുന്ന് ആ ഒരു ഹൈറ്റിന് താഴെ ഉള്ളിടത്ത് മാത്രമേ അവന് കയറാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ അവന് കയറാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും വീട്ടിൽ കാണുന്നത്, വീടിനോട് ചേർന്ന് സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റെപ്പിൽ ചെടി വെക്കുന്നുണ്ട്. ആ ചെടി മുകളിലോട്ട് പോകുന്ന ചെടിയാണെങ്കിൽ അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ പടർന്ന് താഴേക്ക് പോകുന്ന ചെടിയാണെങ്കിൽ ഈ താഴെ കിടക്കുന്ന വള്ളിപ്പടർപ്പിൽ കൂടെ മേളിലോട്ട് കയറ്റി അവന് വേണമെങ്കിൽ സ്റ്റെപ്പിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാരണം പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പടർന്നു വരുന്ന ചെടികൾ പരമാവധി വീട്ടിനോട് ചേർത്ത് വെക്കാതിരിക്കുക. ഒന്ന്. രണ്ടാമത് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇത് വെക്കാതിരിക്കുക. മൂന്നാമത് സ്റ്റെപ്പിൻ്റെ അടുത്ത് വെക്കുന്ന ഷൂ റാക്കുകൾ ഹൈറ്റ് ചെയ്ത് വെക്കുക.
ഇത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പം ഞാൻ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ കുറേ വീടുകളിൽ പോയി, ഇപ്പോഴൊക്കെ കാണാൻ പറ്റുന്നത് ഈ ചെറിയ അതിഥികൾ കയറിയിരിക്കുന്ന തറയിൽ തന്നെ വെക്കുന്നു. വീണ്ടും ആ ഹൈറ്റിൽ വെക്കണം. നമ്മൾ എപ്പിസോഡ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നാലും അവർ വീണ്ടും ചിലപ്പോൾ ഒരു അല്പം ഹൈറ്റ് വെച്ചിട്ട് വരുന്ന ഷൂ ആ കണക്കിന് കാലുകൊണ്ട് തട്ടി അവിടെ ഇട്ടിട്ട് അവരകത്തേക്ക് കടന്നു പോകുന്നു. ഇതൊക്കെയാണ് അപകടത്തിന് സാധ്യത കൂടുതൽ. ഈ ഹൈറ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ ജനലിൽ കൂടിയൊക്കെ അകത്ത് കയറാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ജനൽ തുറന്നിടരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഭയപ്പെടുത്തി മാത്രം മനുഷ്യനെ എന്താ പറയുക, ഭയപ്പെടുത്തി മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തെങ്കിലും മൊബൈൽ കൊണ്ട് നടന്ന് കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുന്ന ആൾക്കാർ. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഞാനൊരു മേശരിയായിരുന്നു. ഒരു ഹൈറ്റ് ഒരു 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് ബേസ്മെൻറ്റിനുണ്ടാവും തറയിൽ നിന്ന്. അതിൽ നിന്ന് ഒരു 55-60 സെൻറ്റിമീറ്റർ ജനലിനുണ്ടാവും. അപ്പോൾ വെച്ചാൽ 1 മീറ്ററിന് മേളിലായി. ഒരു 4 അടിയുള്ളൊരു പാമ്പിന് ഈ 1 മീറ്ററിന് മേളിൽ എന്തായാലും എണീറ്റ് നിൽക്കാൻ പറ്റുകയില്ല. അഥവാ നമ്മൾ എണീറ്റാൽ തന്നെ അടുത്തെല്ലാം വള്ളിപ്പടർപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ എത്രയൊക്കെ ബോധവൽക്കരിച്ചാലും ബോധവൽക്കരണം ആവാൻ സാധ്യതയില്ല. കാരണം ഒരു ജനലിൻ്റെ ഭാഗത്ത് ഹൈറ്റിൽ വിറവ് വെക്കരുതെന്ന് പറയാറുണ്ട്. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പഴയ ബൈക്ക് സ്കൂട്ടറൊക്കെ വെക്കരുത്, അല്ലെങ്കിൽ സൈക്കിളൊന്നും വെക്കരുതെന്നല്ല, അതും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ കയറി ഇരുന്ന് പറഞ്ഞാൽ അതുകൾക്ക് നേരെ വീടിനകത്തേക്ക് ഈ ജനലിൽ കൂടെ അകത്തേക്ക് ഇറങ്ങാൻ പറ്റും. സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുന്നേ മലപ്പുറത്തൊരു 2 വയസ്സുള്ളൊരു മകൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. മോനെ സൈക്കിളിൻ്റെ ഹാൻഡിൽ നിന്നാണ് കടിയേൽക്കുന്നത്. അത് അവൻ്റെ കുഞ്ഞ് സൈക്കിളിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കയറിയിരിക്കും. പിന്നെ ഇപ്പോൾ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഉപകരണങ്ങൾ ഒന്നും പുറത്തിട്ടിട്ട് അതേപടി അകത്തുകൊണ്ട് വെക്കരുത്. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട. അടിയിൽ ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന സൈക്കിള്, കാർ, ഇതിൻ്റെ അടിയിലൊക്കെ കുഞ്ഞുങ്ങൾ ഈ അണലിയുടെ മുറുക്കൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വന്നിരിക്കും. നമ്മളിത് രാത്രി പൊക്കിയെടുത്ത് വീടിനകത്തുകൊണ്ട് വിലപിടിപ്പുള്ളതാണ്. രാത്രിയാകുമ്പോൾ ഇത് വീട്ടിനകത്തേക്ക് ഇറങ്ങും. അത് സമയത്ത് നമ്മൾ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനോ കഴിക്കുമ്പോൾ അത് അറിയാതെ ചവിട്ടിയാൽ കടി കിട്ടാം. പക്ഷേ ഒരു ഇപ്പം ജനിച്ച കുഞ്ഞ് മൂർക്കൻ്റെ ഒരു 5-10 ദിവസമുള്ള മൂർക്കൻ്റെ കടി കിട്ടിയാൽ ഡെത്ത് സംഭവിക്കത്തില്ല, മരണം സംഭവിക്കത്തില്ല. പക്ഷേ മരുന്ന് ആവശ്യമാണ്. പക്ഷേ രാത്രി കാലങ്ങളിലാകുമ്പോൾ ചെറുതാകുമ്പോൾ ഇരുട്ടത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കുഞ്ഞല്ലേ അറിയത്തില്ല, ചെറിയ വേദന ഉണ്ടാകത്തില്ല. നമ്മൾ ചിലപ്പോൾ വല്ല മുള്ളും ഉണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് നമ്മൾ കണ്ടില്ല എങ്കിൽ നമ്മൾ പോയി കിടന്നങ്ങ് ഉറങ്ങും. അത് അപകടത്തിന് കാരണമാവും. പിന്നെ അണലി എന്ന് പറഞ്ഞ സാധനം ഇപ്പം നമുക്കറിയാം, അണലിയുടെ കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇന്നലെ ഒരു 10ഓളം കേസുകൾ കടികൾ കേരളത്തിൽ അണലിയുടെ കുഞ്ഞിൻ്റെ കടിയേറ്റ 10ഓളം കേസുകൾ എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, പിന്നെ തിരുവനന്തപുരം തന്നെയാണ്, പിന്നെ കൊല്ലത്ത്, അങ്ങനെ 10ഓളം കുഞ്ഞണലിയുടെ കടിയേറ്റ. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ പറയുന്നത് അണലിയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞു, തരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, പേടിക്കേണ്ടതില്ല, ജീവനാകും. ഞാൻ അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുക, നിങ്ങൾക്ക് അവർ ജീവനൊന്നും അപകടം ഉണ്ടാകത്തില്ല, പക്ഷേ നമ്മൾ ആൻറ്റീവനം എടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ അത് അപകടമാണ്. അല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ 35 കുഞ്ഞുങ്ങളെ പിടിച്ചത് തന്നെ പലരും ആ വീഡിയോയിൽ തന്നെ കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇത് ജനിച്ചതിന് ശേഷം 6 ദിവസം 7 ദിവസം സമയമാണെന്ന് പറയുന്നുണ്ട് താങ്കൾ തന്നെ. അപ്പോൾ അത് ഈ കുഞ്ഞണലുകൾ കടിച്ചാലും മരണപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം. കാരണം അതിൻ്റെ ഇടയിൽ കമൻസ് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ എന്നാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കും. നമ്മളെപ്പോഴും അതിൽ പറയുന്നുണ്ട്, കുഞ്ഞാണെങ്കിൽ പോലും കടിച്ചിട്ട് ഞാൻ 15 ദിവസം കിടന്നു. ഇപ്പോഴെങ്കിലും ഒരു 8-10 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ എപ്പിസോഡൊക്കെ കൗമുദിയുടെ സ്നേക്ക് മാസ്റ്റർ തുടങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ 15 ദിവസം കിടന്നിട്ട് വേണ്ട മെഡിക്കൽ കോളേജ് കുഞ്ഞണലി കടിച്ചിട്ട് കുഞ്ഞണലി കയ്യിൽ കടിച്ചിട്ട് ഞാൻ 15 ദിവസം, അത് ജനിച്ചിട്ടൊരു 3-4 ദിവസം പ്രായമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 10 ദിവസം ആയിക്കോട്ടെ എന്നിരിക്കട്ടെ, ഞാൻ 15 ദിവസം വളരെ കഷ്ടപ്പെട്ട് കിടന്നു. അത്രയ്ക്ക് നല്ല. അപ്പോൾ ആ അനുഭവം വെച്ചാണ് കുഞ്ഞ് കടിച്ചാലും അപകടമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ കുറച്ച് പിറകിലോട്ട് പോയാൽ, ഒരു കൊറോണ തീരുന്ന സമയത്ത് നമ്മുടെ ആയൂരിൽ ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് ഗ്യാസ് കുറ്റിയുടെ അടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമ്മുടെ അമ്മമാർ നമ്മുടെ വീഡിയോ കാണുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് കുറ്റി, അതുപോലെ അത് പാഴ്സലിലേക്ക് വരാം. പക്ഷേ ഗ്യാസ് കുറ്റി കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് കുറ്റി ഒരിക്കലും അകത്ത് ഡയറക്റ്റ് കൊണ്ട് വെക്കരുത്. കാരണം ഒരു ഗ്യാസ് കുറ്റി എടുത്ത് വെച്ച് ചുമന്നുകൊണ്ട് നമ്മൾ തൂക്കി തോളിൽ വെച്ചുകൊണ്ട് അവരൊരിക്കലും പുറകിൽ കൈ പോകുന്നില്ല, പുറകിൽ തൊടുന്നില്ല, അവർ നേരെ കൊണ്ട് അടുക്കളയ്ക്കകത്തങ്ങ് വെക്കുന്നു. ഈ റിങ്ങിനകത്ത് പാമ്പിരുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ ഗ്യാസ് കുറ്റി കൊണ്ട് വെച്ചിട്ട് പോയി, പുള്ളിക്കാരൻ കൊണ്ട് വെച്ചിട്ട് പോയി, 2 മിനിറ്റ് അതിൻ്റെ ഇടയിൽ നിന്നൊരു പാമ്പ് ഇറങ്ങി വരുന്ന അമ്മ കണ്ടു. അമ്മ കാലുകൊണ്ട് അതിനെ തട്ടി വെളിയിൽ കളയാൻ ശ്രമിച്ചു, കടിച്ചു. അമ്മ തട്ടിക്കളഞ്ഞു, അതിന് മുന്നേ അത് കടിച്ചു. പക്ഷേ കടി കിട്ടിയത് 10:00-ക്കോ 11:00-നോ ഇടയ്ക്കാണ്, കറക്റ്റായിട്ട് അതെ രാവിലെ. പക്ഷേ 2 മക്കളും മരുമക്കളും ഒക്കെ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആൾക്കാരാണ്. അവർ വൈകിട്ട് 5:30-ക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ അമ്മ കടി 11 മണിക്ക് കിട്ടിയതിന് ശേഷം 5:30-ക്ക് അവർ വന്നപ്പോഴാണ് അവർ പറയുന്നത്. അപ്പോഴത്തേക്ക് കാലൊക്കെ നീരായി കഴിഞ്ഞു. പിറ്റേന്ന് ഉച്ചയോടും പിറ്റേന്ന് രാവിലെയാണ്. എനിക്ക് 3-4 വർഷം പഴക്കമുള്ള കൃത്യം ഓർമ്മ. പക്ഷേ എനിക്ക് ആ കടിച്ച സമയത്തെല്ലാം എന്നെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അമ്മ പിറ്റേന്ന് ഡെത്തായി, മരിച്ചുപോയി. അപ്പോൾ അപ്പോഴും മെഡിസിൻ എടുത്തിരുന്നെങ്കിൽ അപകടമാണ്. പക്ഷേ അണലിയുടെ കുഞ്ഞാണ്, ഓർമ്മ വേണം. ഇനി ഒരു ഓർമ്മയും കൂടെ പറയാം. നമ്മുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനടുത്ത് നമ്മുടെ മടത്തുകുള ലൈനിനകത്ത് ഒരു പാഴ്സൽ സർവീസ് ഓഫീസ്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്.
അവിടെ 2 പ്രാവശ്യം പാഴ്സൽ വെക്കുന്ന അകത്ത് മൂർഖൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടി. അത് അണ്ടർഗ്രൗണ്ടിലാണ്, നല്ല ഹൈജീനിക്കായിട്ടുള്ള സ്ഥലം, നല്ല നീറ്റായിട്ടിരിക്കുന്ന സ്ഥലം. അവിടെ ഒന്നും ഒരു മാളങ്ങളില്ല, എല്ലാം വൃത്തിയായിട്ട് കിടക്കുന്നു. അപ്പോൾ അത് വന്നത് പാഴ്സലിനകത്തായിരുന്നു. പാഴ്സലിൻ്റെ ക്യാപ്പിനകത്ത് നമ്മൾ എപ്പോഴേ കാർട്ടൂണൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ചിലപ്പോൾ കാർട്ടൂൺ ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ ഒട്ടിക്കുന്നതിന് മുന്നേ ഇത് അവിടെ വെച്ചിട്ട് ചിലപ്പോൾ 2-3 മണി കഴിഞ്ഞാൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇവ ഇതിനകത്ത് ഒന്ന് കയറും. നമ്മൾ തിരിച്ച് അവന് വെളിയിൽ ഇറങ്ങാൻ നിവർത്തിയില്ല. ഇവിടെ വന്ന് കാർട്ടൂൺ അവർ പൊട്ടിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് മാറ്റുന്നു. ബാക്കിയുള്ള അതിനകത്തുള്ള കാർഡ്ബോർഡ് മറ്റ് സാധനങ്ങൾക്ക് അതിനകത്ത് അത് സാവകാശം ഇതിനകത്തൊക്കെ ഇറങ്ങും. അങ്ങനെ 2 കേസുകൾ, 2 അതികളെ ഈ മെഡിക്കൽ കോളേജിൽ മടത്തുകളൊക്കകത്തുനിന്ന് ഈ ആഴ്ച തന്നെ കിട്ടി. റൂമിനകത്തു നിന്നാണ്. അവിടെ വേറെ പാമ്പ് കയറിപ്പോയിട്ട് ഒരു സാധ്യത, AC-യാണ്, വെളിയിൽ നിന്ന് അഴിഞ്ഞു പോകാൻ ഒരു സാധ്യത. നമ്മൾ ഉത്തര കൊലക്കേസിൽ നടന്ന ആ ഒരു മണ്ടത്തരം പറഞ്ഞതുപോലെ അവർ AC ഇട്ട റൂമിനകത്ത് പാമ്പ് ജനൽ വഴി ഇറങ്ങി. AC ഇട്ട റൂമിനകത്ത് ആരെങ്കിലും വാതിൽ തുറന്നിട്ട് ജനൽ തുറന്നിടാറില്ലല്ലോ രാത്രി കഴിഞ്ഞ്. അതുപോലെ ഇത് കയറി വരാൻ ഒരു സാധ്യതയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായി കണ്ടൊരു കാര്യമാണ് 4 ഭീകരന്മാരായ പാമ്പുകളെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥം എങ്ങനെയുണ്ടോ? ഞാനും അത് എവിടെയൊക്കെ കണ്ടു. പക്ഷെ എനിക്ക് അതിനിപ്പോൾ ചിരി വന്നു. കാരണം 4 ഭീകരന്മാരെന്ന് പറയുമ്പോൾ അത് ഒന്ന് എല്ലാം വണ്ണം കൂടിയത് പെരുമ്പാമ്പാണൊന്ന്. അതാണ് നമ്മൾ ഭീകരൻ എന്ന് പറയുന്നത്. പെരുമ്പാമ്പ് പിടിച്ചാലും മരിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഭീകരൻ എന്നാൽ രാജവെമ്പാലയാണ്. രാജവെമ്പാലയുടെ കടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാജവെമ്പാലയുടെ കടി നമ്മൾ കേരളത്തിൽ സ്ഥിരീകരിച്ച ഒരു കടിയുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് സൂവിലാണ്. ഹർഷ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. പക്ഷെ അതും കടിയല്ല, അതും സ്വാഭാവികമായ മരണമല്ല. അത് എന്താ പറയുക, സൂയിസൈഡായിരുന്നു. അത് ലോകത്ത് സൂയിസൈഡാണെന്ന് പറഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷമാണ് ബാക്കി സംരക്ഷകരൊക്കെ സൂയിസൈഡാണെന്ന് പറഞ്ഞത്. പിന്നെ അത് മാറ്റി. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ ബാധിക്കും. കേരളത്തിൽ രാജവെമ്പാലയുടെ കടിയുണ്ട്, 2 കടികൾ, 2 മരിച്ചിട്ടില്ല. ഇപ്പോൾ ഒന്ന് നമ്മുടെ ആയൂരിൽ, നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചൽ റേഞ്ചിൽ താൽക്കാലിക ജീവനക്കാരനായ ഹേമന്തിന് രാജവെമ്പാലയുടെ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു 2 വർഷത്തിന് മേളിലായി. അദ്ദേഹം ചാക്കിൽ കൂടി ആയതുകൊണ്ട് അദ്ദേഹം മരിച്ചില്ല എന്നുള്ള, ചാക്കിനകത്തുകൂടിയാണ് കടി കിട്ടി. അപ്പോൾ അദ്ദേഹം ഒരു 15 ദിവസത്തെ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അടുത്ത് റീസെൻ്റ്ലി ഈ വർഷം ഒരു കടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും വാർത്ത വരുന്നില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. എന്തുകൊണ്ടായിരിക്കും വാർത്ത വരാത്തത്? വാർത്ത വന്നാൽ പല ആൾക്കാർക്ക് നാണക്കേടാവുന്നുണ്ട്. പലരും അറിയില്ല, അപ്പോൾ വാവസുരേഷൻ കടി വരുമ്പോൾ മാത്രമേ ആഘോഷങ്ങളാവുന്നുള്ളൂ, ചർച്ചയാവുന്നുള്ളൂ. അപ്പോൾ ബാക്കി ആർക്ക് കടി കിട്ടിയാലും പാമ്പ് സംരക്ഷകർ കടി കിട്ടുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കിവിടെ കടിയുണ്ടായി, പാലോട് റേഞ്ചിൽ താൽക്കാലിക അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ തന്നെ കടി കിട്ടി, രാജവെമ്പാലയുടെ കടി കിട്ടി. ആരും അറിഞ്ഞില്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നാൽ ഞാൻ അറിയുന്നുള്ള പേടിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, കൊല്ലത്ത് പാരിപ്പള്ളി ESIയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. അപ്പോൾ അങ്ങനെ കടികളുണ്ട്, പക്ഷേ ഇതൊന്നും വാർത്തയാവുന്നില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ വർഷം തന്നെ നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പാമ്പ് സംരക്ഷണം പാമ്പടിയിൽ മരണപ്പെട്ടു, ഷിബു കിള്ളിപ്പാലം. പക്ഷെ അതും എനിക്ക് ബാക്കി വാർത്തകളിലൊന്നും വന്നില്ല. വളരെ അപൂർവമായിട്ട് അതിന് കൊച്ചു കോളങ്ങളിൽ മാത്രം ഒതുങ്ങിത്തീർന്നു. പൊന്മുടിക്കകത്ത് കാട്ടിനകത്ത് വെച്ചാണ് കടി കിട്ടുന്നത്. ഇവിടെ സാധാരണ ഒരു പാമ്പടിയേറ്റ് ഒരാൾ മരണപ്പെട്ട 1 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. പക്ഷേ പുള്ളിക്ക് 10 ലക്ഷം രൂപയോളം കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുള്ളിയുടെ വൈഫിന് താൽക്കാലികമായിട്ട് നമ്മുടെ ഇവിടെ ജോലി കിട്ടി. നമ്മുടെ എന്താ പറയുക, വട്ടിയൂർക്കാവ് നമ്മുടെ PTPയിൽ ജോലി കൊടുത്തു. താൽക്കാലികമാണ്, പെർമനൻ്റ് അല്ല. പക്ഷേ ഇന്നലെ ഈ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇന്നലെ നമ്മുടെ കേരളത്തിൽ 2 നിരപരാധികൾ പാമ്പടിയേറ്റ് മരണപ്പെട്ടു. ഒന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തൊരമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാലിലേക്ക് പാമ്പടിയേറ്റ് രാത്രി സന്ധ്യാസമയത്ത് കടിയേറ്റ് അമ്മ മരണപ്പെട്ടു. ഇന്നലെ തന്നെ മറ്റൊരു തൊഴിലാളി പാമ്പടി, എനിക്ക് തൃശ്ശൂർ കോഴിക്കോട് ആ ഭാഗത്തോടെ റിപ്പോർട്ട് ഞാൻ വായിച്ച വാർത്ത ഉണ്ടായിരുന്നു, മരണപ്പെട്ടു. പക്ഷേ ഇത് വലിയ വാർത്തകൾ മാത്രമേ ജനങ്ങൾ അറിയുന്നുള്ളൂ. ഈ മരണപ്പെടുന്ന കണക്കുകൾ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെല്ലാം തെറ്റായ റിപ്പോർട്ട്. അത് ഈ 2021-22 കാലഘട്ടങ്ങളിലൊക്കെ 76-ഉം 48-ഉം പാമ്പ് കടി മരണങ്ങളാണെന്നാണ് പറയുന്നത്. ശുദ്ധമായ മണ്ടത്താണ്. അവർക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയെന്നുള്ള റിപ്പോർട്ടുണ്ടോ? ഇതൊരു ചുമ്മാ ആരെങ്കിലും പറയുന്നത് വെച്ചിട്ട് ഏതെങ്കിലും പാമ്പ് സംരക്ഷണം, പാമ്പ് എന്താണെന്ന് അറിയാത്ത, അതിൽ പാമ്പിനെ കുറിച്ച് ഒന്നും അറിഞ്ഞാത്ത കുറച്ച് കാലമായി മുന്നിലേക്ക് വന്ന കുറച്ച് ആൾക്കാർ പറയുന്നത് അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ വരുന്നത്. തെറ്റായ അറിവാണ്. കാരണം യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് ലിസ്റ്റ്, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം എങ്ങനെയായാലും 30-ന് മേളിൽ ഡെത്ത് നടക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം, അല്ലെങ്കിൽ 25-ന് താഴെ 25ഓളം ഡെത്ത് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അപ്പോൾ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഈ മെഡിക്കൽ കോളേജിൽ ലിസ്റ്റ് എടുക്കുക, പ്രൈവറ്റിൻ്റെ ലിസ്റ്റ് എടുക്കുക, ഇതൊന്നും വരുന്നില്ല. പ്രധാനപ്പെട്ട കേസുകൾ മാത്രം വാർത്തയാവുന്നുള്ളത്, അല്ലാത്തൊന്നും വാർത്തയാവും. ഇപ്പോൾ 100-ന് മേളിൽ മരണം നടക്കുന്നുണ്ട്. തീർച്ചയായും ഈ രാജവെമ്പാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു യുവാവ് കിടക്കുന്നു, ആ യുവാവിൻ്റെ പുറത്തേക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല, അത് മറ്റേ സംസ്ഥാനത്ത്, അതെ, അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി ഈ രാജവെമ്പാല പോകുന്നു, അവസാനം ഒരു വേളം വെച്ച് എണീറ്റ് ഓടുന്നു, അതിന്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനിയൊരു കാര്യം, സത്യമാണോ? ഇനിയൊരു കാര്യം, ഈ ചോദ്യം വളരെ കറക്റ്റാണ്, പ്രസക്തമായ ചോദ്യം. കാരണം ഇങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മുടെ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പേടിപ്പെടുത്തുന്നത്. ഇപ്പോൾ രാജവെമ്പാല, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ആ ഒരു രാജവെമ്പാല പാമ്പിൻ്റെ സംരക്ഷകരായ ആരുടെ ഒരാളുടെ വീട്ടിലാണ്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. പിടിച്ചുകൊണ്ടുവന്ന, അതെ, പിടിച്ചുകൊണ്ട് വെച്ച് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം
ചെയ്തിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ണൂരിവിടെ ഒരു മൂർഖൻ പാമ്പിനെ ഇങ്ങനെ ഒരാൾ പാമ്പ് കൊടുത്താൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. അതേ ഇങ്ങനെ വന്ന് കുറേ നേരം കളിപ്പിച്ച് ഇങ്ങനെ ഡയറക്റ്റ് തലയിൽ കൂടെ പിടിച്ച് ഇങ്ങനെ എടുക്കുന്നു, ചുറ്റി എടുക്കുന്നു. അതെ, എന്നിട്ട് തല അപ്പോഴും നീളത്തിൽ ഇത്രയും വെളിയിരിക്കുകയാണ്, അപ്പോഴും പുള്ളിയെ കടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് പാമ്പിനെ ആദ്യമായിട്ട് പിടിക്കുന്ന ഒരാളല്ല, ഒരിക്കലുമല്ല. ആ പാമ്പിനെ പിടിച്ചതിന് ശേഷം അതിൻ്റെ പല്ല് റിമൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഒരാളിന് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരിക്കലും കടിക്കുന്നില്ല, തല ഇത്രയും പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്താ പറയുക, ആളുകൾ ചോദിക്കും ഇതൊന്നും കടിക്കത്തില്ലേ, അപ്പോൾ നമുക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ പോയി പിടിക്കും, കടി വാങ്ങും, ഈ കാണുന്ന വീഡിയോ അത് എന്താ പറയുക എഡിറ്റിംഗ് വീഡിയോ, അത് ക്രിയേറ്റീവ് വീഡിയോ ആണ്. അത് പാമ്പ് സംരക്ഷകരുടെ ആരുടെയോ നിയന്ത്രണത്തിൽ ചെയ്തൊരു വീഡിയോ ആണ്. അല്ലാതെ അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യത ഒരിക്കലും ഉണ്ടാകാൻ സാധ്യത ഒരിക്കലും അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ കൂടി രാജവെമ്പാല വെറുതെ അങ്ങ് ഇങ്ങനെ ഒരിക്കലും കടിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മേലിക്കാരി പോയാലും മിണ്ടാതെ കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വാങ്ങി ഇരിക്കുകയാണ്. ഇത് നമുക്കറിയാം, അതിൻ്റെ അടുത്ത് സെൽഫി എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയണ്ട അത് പേടിയുള്ള ആളല്ല. അത് മാത്രമല്ല ആ പയ്യൻ ഇങ്ങനെ തലമുറയിൽ കൂടെ ഇങ്ങനെ മൂടി ചിരിച്ചുകൊണ്ട് നടക്കുന്നത്. അത് മാത്രമല്ല ആ മൂടിയിരിക്കുന്ന ബ്ലാങ്കറ്റ് നിങ്ങൾ നല്ല കട്ടിയിലാണ് മൂടിയിരിക്കുന്നത്. നിങ്ങൾ ഞാനത് ഓരോന്നും ഇങ്ങനെ സൂം ചെയ്ത് കണ്ട ഒരാളാണ്. അപ്പോൾ ആ ബ്ലാങ്കറ്റ് കുട്ടി മൂടിക്കിടക്കുന്ന ആൾ തന്നെ നല്ല കട്ടിയിലാണ്. അതായത് അബദ്ധവശാൽ വന്ന് കടിച്ചാൽ തന്നെ അത് പല്ല് കൊള്ളാത്ത നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റാണ് മൂടിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതുമാത്രമല്ല വേറൊന്നുണ്ട്, അതിന് ഫാങ്സ് ഉണ്ട്, അല്ല പല്ലുണ്ടോ എന്നെന്ത് ഉറപ്പുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല്ല് പറിച്ചിട്ട് ഗ്ലാൻഡ് എടുത്തിട്ടാണ് കുത്തിക്കെട്ടിയിട്ടാണ് സിനിമയിൽ ഷൂട്ട്. അതാണ് നടിമാരൊക്കെ കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുന്നത്, മൂർഖനെ കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുന്ന സിനിമയൊക്കെ അതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിതൊന്നും പുറത്താരും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ വരുമ്പോൾ നമ്മൾ ജനങ്ങളും പഠിച്ചു വീട്ടിനകത്ത് പാമ്പുകൾ. അപ്പോൾ നമ്മൾ വിഷയം വിട്ടു ഇപ്പോൾ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന പാമ്പുകൾ നമ്മൾ ചർച്ചയിലേക്ക് വന്നു. ബിഗ് ഫോർ ഒന്ന് നമുക്കറിയാം, നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന രാജവെമ്പാല ബിഗ് ഫോർ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. കാരണം രാജവെമ്പാലയുടെ മരണം അധികം ഇല്ലാത്തതുകൊണ്ടും കടി അധികം ഇല്ലാത്തതുകൊണ്ടും ബിഗ് ഫോർ കാറ്റഗറിയിൽ വരുന്നില്ല. പിന്നെ നമുക്കുള്ളത് മൂർഖൻ, അണലി, ശങ്കുരൻ, പിന്നെ ഒന്ന് പറഞ്ഞാൽ സോസ്കെയിലായിരുന്നു. സോസ്കെയിൽ എന്ന് പറയുന്ന അണലി. പക്ഷേ അതിപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്നത്, ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഹംബിനോസർ എന്നറിയപ്പെടുന്നൊരു പാമ്പുണ്ട്. അത് കടിച്ചിട്ട് കഴിഞ്ഞ വർഷം 2 പേര് മരിച്ചു. സാറിന് അത് കടിച്ച് സാറിന് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. വളരെ കുറച്ച് വനമുള്ള അണലിയുടെ ഫാമിലിയാണ് തന്നെ. അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വരെ അത് കടിച്ചാരും മരിച്ചിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റിലായിട്ട് നവംബറിലും ഡിസംബറിലോട്ട് 2 പേര് കേരളത്തിൽ മരണപ്പെട്ടു. ഈ അണലി കടിച്ചുള്ള മരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ അണലി, മൂർഖനെയാണ് കൂടുതൽ. കാരണം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അറസ്റ്റ് വന്നിട്ട് മരണപ്പെടുന്നത് കൊണ്ടും മൂർഖൻ്റെ കടിയേറ്റ്, പിന്നെ റൈറ്റിൻ്റെ കടിയേറ്റ് അധികം കടികളില്ല. ഇപ്പോൾ നമുക്ക് കൂടുതൽ കടിയിട്ടുന്നത് മൂർഖൻ, അണലി എന്നിങ്ങനെ 2 അതിഥികളുടെ കടിയാണ്. പിന്നെ കൂടുതലിടുന്നത് ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന മുഴമൂക്കൻ എന്നറിയപ്പെടുന്ന ഒരു ടൈപ്പ് അണലിയുണ്ട്. കാട്ടിലൊക്കെ കണ്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. അതിൻ്റെ കടിയേറ്റിട്ടും കൂടുതൽ പേർക്ക് കടിയേറ്റ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഒരുപാട് കടി. എനിക്ക് തോന്നുന്നത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിൻ്റെ കടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന മെസ്സേജ്. എനിക്ക് ഇന്നലെ എനിക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഹംബിനോസിൻ്റെ കടിയിട്ട് 7 കേസിലായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമാതിരിപ്പെട്ടവരൊക്കെ എനിക്ക് അയക്കാറുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കാട്ടുപാമ്പ്, ചുവർപ്പാമ്പ്, നീർക്കം. അപ്പോൾ യഥാർത്ഥത്തിൽ ബിഗ് ഫോർ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഏറ്റവും അപകടകരമായ അണലിയാണ്, രണ്ടാമത് മൂർഖനാണ്, മൂന്നാമത് ക്രൈറ്റാണ്, നാലാമത് നമ്മുടെ എന്താ പറയുക സോസ്കെയിൽ എന്നറിയപ്പെടുന്നത് ചുരുട്ട മണ്ഡലി എന്നറിയപ്പെടുന്ന ഒരു പാമ്പുണ്ട്. പക്ഷേ അതിൽ വെറുതെ പ്രത്യേകമുള്ളത് അണലി വളരെ പെട്ടെന്ന് കടിക്കുന്ന കൂടുതൽ ക്രിട്ടിക്കലാവുന്ന അതിഥിയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും കണ്ടി നിൽക്കുന്നത് ക്രൈറ്റാണ്, ശങ്കുരൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, അണലി, മൂർഖൻ, ശങ്കുരൻ, ചുരുട്ട മണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കെയിൽ എന്നറിയപ്പെടുന്ന പാമ്പാണ് ഈ 4 പാമ്പ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പേടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാമ്പേ ഉള്ളൂ. പറയാൻ പറ്റുമോ? ഒരു ജനങ്ങളെ ഏറ്റവും കൂടുതൽ പേടിയിലേക്ക്, വീട്ടമ്മമാരെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒറ്റ പാമ്പേ ഉള്ളൂ, ചേരയാണ്. അതെ. അമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, വീട്ടിൽ ഭർത്താവ് ജോലിക്ക്, ആണുങ്ങളാരും ഇല്ല, അമ്മമാർ മീനൊക്കെ അറുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരെ അടുക്കളയ്ക്കകത്ത് വരും. ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണം, നമ്മളെ പ്രിയപ്പെട്ട സൗകര്യർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണം. ഒരു പാമ്പ് രാജവെമ്പാല, അണലിയോ, മൂർഖനോ, ശങ്കുരനൊന്നും അല്ല, ചേരാതിഥിയാണ്. പകലൊക്കെ ചുമ്മാ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വീടിനകത്തോടെ കയറി പോകുന്നു, പേടിച്ചു പോകുന്നു. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ, അപ്പോൾ ബിഗ് ഫോർ കാറ്റഗറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഈ വർഷം ഈ മഴയത്ത് എത്ര രാജവെമ്പാല വീട്ടിനകത്ത് കയറി, എത്ര അണലി വീട്ടിനകത്ത് കയറി, എത്ര മൂർഖൻ വീട്ടിനകത്ത് കയറി എന്ന് ഒരു കണക്ക് അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എത്ര ശങ്കുരം കയറി എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നൊരു കാരണം. എനിക്ക് ഈ മഴക്കാലത്ത്, ഇപ്പോൾ വേനൽക്കാലത്തല്ല പാമ്പ് കൂടുതലും സഞ്ചരിക്കുന്നത്, മഴക്കാലത്തും പാമ്പ് സഞ്ചരിക്കുന്നത് കൂടുതലായിട്ട്. കാരണം അതിന് കാരണം ഇപ്പോൾ നമുക്ക് ഇടവ മാസത്തിൽ, ഇപ്പോൾ ഇടവ മാസമാണ്, ഇടവപ്പാതി ആകുമ്പോൾ സാധനം സ്കൂളിൽ കൂടുതൽ നല്ല മഴയുണ്ടാവും. പക്ഷേ മഴ കുറച്ചുകൂടി നേരത്തെ വന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന സമയമാണ്, അണലിലെ മൂർഖൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഇവർ വെള്ളം കയറുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പെട്ടെന്ന് സൈഡിലേക്ക് നീന്തി വീട്ടിൻ്റെ മുറ്റത്തോ ചെടിയുടെ ഇടയിലോ അടുക്കളയുടെ ഭാഗത്ത് മലക്കറി ഇട്ടിരിക്കുന്ന സ്ഥലത്തോ ഒക്കെ കയറിയിരിക്കാം. അപ്പോൾ നമ്മൾ തൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നു, അതിൻ്റെ മണ്ടയിൽ കയറി. അപ്പോൾ അതിലേക്ക് വെള്ളം കയറുമ്പോൾ അവൻ കുറച്ച് മേലേക്ക് കയറും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇഷ്ടി അടുക്കി വെച്ചിരിക്കുന്നു, അവിടെ പകുതി വെള്ളം കയറുമ്പോൾ അതിൻ്റെ മേളിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ വീടിനോട് ചേർത്ത് ഒരു സാധനങ്ങളും വെക്കാതിരുന്നാൽ
നമുക്ക് പാമ്പതിഥികളുടെ എണ്ണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നുള്ളത് മാത്രം. പിന്നെ ഒരു കാരണം കൂടിയുണ്ട്. നമ്മളെ വീട്ടിൻ്റെ പരിസരം പല വീട്ടിലും പോയി കഴിഞ്ഞാൽ വീട്ടിൻ്റെ പരിസരം കാട് കയറി കിടക്കുന്നു, ചപ്പ് കയറി കിടക്കുന്നു, അടുത്ത പറമ്പുകൾ ചപ്പ് കയറി കിടക്കുന്നു. വൃത്തിയാക്കാൻ ആർക്കും സമയമില്ല, ഒന്നും സമയമില്ല. അപ്പോൾ ഇവർക്ക് ഒളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, അവിടെയും വർദ്ധിച്ചു. അപ്പോൾ സാറിന് ഇതിൽ മുട്ട വിരിയുന്ന സമയത്ത് ഉക്കൻ, അതുപോലെ നമ്മുടെ എറുമുള്ള്, പുള്ളെന്ന് പറഞ്ഞ സാധനം, അതുപോലെ മൂങ്ങ, ഇവനൊക്കെ പെള്ളിയിൽ കിട്ടിക്കഴിഞ്ഞ് വൃത്തിയാക്കുന്ന സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് പോകും. ഇത് അങ്ങനെ ഉണ്ടായില്ല. പെട്ടെന്ന് ഒരു കാണാൻ കഴിയില്ല. പക്ഷി പറന്നു വരുമ്പോൾ അവൻ ചപ്പിനകത്തങ്ങ് പോകുന്നു. അപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോഴും അവന് സേഫായിട്ട് ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ വ്യക്തിപരമായി എനിക്ക് തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം പല സാഹചര്യങ്ങളിലും ഈ ആശുപത്രികളിലേക്ക് ഈ കടിയുമായി പാമ്പ് കടിയുമായി എത്തുന്ന ആൾക്കാർക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു വലിയൊരു പാനിക് അറ്റാക്ക് ഉണ്ടാകും. അതേക്കാൾ ഉപരിയാണ് അവിടെ ഉണ്ടാകുന്ന ചില ഡോക്ടർമാർക്ക്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്നാണ്, ഞാൻ താങ്കളെ പലപ്പോഴും വിളിച്ചിട്ടുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അന്ന് പോലും ഈ പറഞ്ഞതുപോലെ ഈ ആൻറ്റി വെനം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ധാരണ ഇല്ലാത്തൊരു സാഹചര്യം പലപ്പോഴും ഈ ഡോക്ടർമാർക്ക് ഉണ്ടാകും. അപ്പോൾ താങ്കൾ തന്നെ അത് കൊടുക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകിയതും എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ യഥാർത്ഥ ഈ ഡോക്ടർമാർക്ക് അങ്ങനെ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ്? ഒരുപാട് ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ മലപ്പുറത്ത് നിന്നായിരുന്നാലും കോഴിക്കോട് നിന്നായിരുന്നാലും തിരുവനന്തപുരത്ത് നിന്നായിരുന്നാലും ഒക്കെ പ്രൈവറ്റ് ആയിരുന്നാലും ഗവൺമെൻറ്റിലായിരുന്നാലും തന്നെ ഒരുപാട് ഡോക്ടർമാരെ വിളിക്കാറുണ്ട്. കാരണം ഒന്ന്, അവർക്ക് കടിച്ച് വെച്ച പാട് തിരിച്ചറിയാൻ പറ്റില്ല, സിംറ്റംസ് കാണിക്കുന്നില്ല. പേഷ്യൻ്റ് ഒന്നുകിൽ ബ്ലഡ് റിപ്പോർട്ട് മിക്കവാറും 1 മണിക്കൂറിൻ്റെ മേളിൽ ചിലപ്പോൾ എടുക്കാം, ചിലപ്പോൾ അതിനും മേളിൽ എടുക്കാം. ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സിംറ്റംസ് കാണിക്കാം. സിംറ്റംസ് കണ്ടാൽ മാത്രമേ അവർക്ക് മെഡിസിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഈ ബ്ലഡിൽ എത്ര ക്വാണ്ടിറ്റി വെനം പോയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അടുത്ത ആൻറ്റിവെനം കൊടുക്കാൻ അവർക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ അവർ അത്രയും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗി അത് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യത, നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യത. അപ്പം ഇതിപ്പോൾ ഞാൻ ഒരുപാട് എനിക്കറിയാം, എനിക്ക് ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചിട്ട് സാറേ എങ്ങനെയാണ് സിംറ്റംസ്, അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ ഡോക്ടർമാർ അവർ ഡോക്ടറെ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്തൊക്കെയാണ് അവിടെ സിംറ്റംസ് കാണുന്നത്, അവിടെ ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലീഡിങ് ഇന്നതുപോലെയാണോ? അപ്പോൾ എങ്കിൽ അങ്ങനെ സാറ് അമാന്തിക്കേണ്ട, സാർ ധൈര്യമായിട്ട് ഈ ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഡോക്ടർമാരെ കൊച്ചാക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്നുള്ള എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ സ്ഥാപനങ്ങൾ പറയാത്തതും. അദ്ദേഹത്തിൻ്റെ എനിക്കൊരു പേഴ്സണലി ഒരു ആവശ്യം വന്നാലും എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് അവരും പറയും, എന്നുവെച്ചാൽ അവരുടെ പ്രൊഫഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലും സംസാരിച്ചുള്ള സമയത്ത് ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ കടിച്ച് നിങ്ങൾ ബന്ധുക്കളെ ആരെയും വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കടിച്ച സമയത്ത് ഇങ്ങനെ ബ്ലഡ് വേനം കൊടുക്കാൻ താമസിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറോട് സംസാരിച്ചു, സാറേ ധൈര്യമായിട്ട് ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്തു കൊടുക്കാമോ എന്നുള്ള ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അത് സ്റ്റാർട്ട് ചെയ്തത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കുറച്ചായി, ഒരു എത്ര വർഷമായി, കുറച്ച് വർഷങ്ങളാണ്. അപ്പോൾ അതുപോലെ ധൈര്യം കൊടുക്കുന്നു, അവർ കൊടുക്കുന്നു, ആ രോഗികൾക്കൊന്നും ഒരു അപകടം ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ ആ ജീവൻ അപകടം ഉണ്ടായത്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാഠമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ പാമ്പ് പിടിച്ചാൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക, നിങ്ങൾ ഓടാനോ നടക്കാനോ പാടില്ല, നിങ്ങൾ സ്വയം നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കയറി കെട്ടുക, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളിനെ വിളിച്ച് ഫോണിൽ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾ കെട്ടിയിട്ട് നടക്കാതെ അവരെ കൊണ്ട് എടുത്ത് സ്റ്റൂളിലോ ബെഞ്ചിലോ ഇരുത്തി, അല്ലെങ്കിൽ കസലിൽ ഇരുത്തി നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഇങ്ങനെ കമിഴ്ത്തി കിടത്തരുത്. ഇങ്ങനെ ഒരാളിനെ ഒറ്റയ്ക്കെടുത്ത് തോളിക്ക്, ചിലപ്പോൾ ആരോഗ്യമുള്ള ആൾക്കാർക്ക് അവന് കൊച്ചല്ലേ എടുത്ത് തോളി കിടത്തിക്കൊണ്ട് വന്നിരിക്കും. അപ്പോൾ കടി കിട്ടിയാലിനെ തൂക്കിയെടുത്ത് തോളി കിടത്തിക്കൊണ്ട് പോകരുത്. ഇതൊക്കെ ഞാൻ പറയും, എപ്പോഴും എടുത്ത് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ എടുത്താൽ തന്നെ ചരിച്ച് കിടത്തിക്കൊണ്ടുപോകണം. ഒരിക്കലും ഇങ്ങനെ മലർത്തിയോ കവിഴ്ത്തിയോ എടുത്തുകൊണ്ട് പോകരുത്. ഇതൊക്കെ ഞാൻ കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്. കാരണം ഇതൊക്കെ ഈ കമിഴ്ത്തിയോ മലർത്തിയോ കിടന്നാലും ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ ഒരു ശ്വാസപ്രവണതയ്ക്ക് ഒരു എളുപ്പം നമുക്ക് കിട്ടും, കുറച്ച് കഷ്ടം കുറയ്ക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ കഴിവിൻ്റെ നമ്മൾ ഈ ടോക്ക് തന്നെ ഇപ്പോൾ ബിഗ് 4 കാറ്റഗറി എന്നുള്ളൊരു വാർത്ത വന്നു. അപ്പോൾ ആളുകൾ പേടിക്കുന്നു. മഴക്കാലമാണ്, സൂക്ഷിക്കുക. മഴക്കാലത്ത് സൂക്ഷിക്കേണ്ടത് പാമ്പുകളെയല്ല, അസുഖങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക, വെള്ളം പമ്പ് ചെയ്ത് വീടിനകത്തോട്ട് കയറാതിരിക്കാൻ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പാമ്പുകൾ മഴക്കാലത്തും ഉണ്ടാവും, വേനൽക്കാലത്തും ഉണ്ടാവും, എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. വീടിനകത്ത് ഇങ്ങനെ രാജവമ്പല കയറി വരുന്നൊരു വീഡിയോ എടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരത് ഭയപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടിനകത്ത് മോർക്കൻ കയറി റീസെൻ്റ്ലി ഞാൻ പറഞ്ഞു തരികയാണ്. നമ്മൾ കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളിനടുത്ത് ഒരു വീട്ടിൽ കൈലാസ് നഗറിനകത്ത് ഇറങ്ങുമ്പോൾ റൈറ്റിൽ 2ാമത്തെ വീടാണെന്ന് തോന്നുന്നു. അവിടെ ഒരു മാസം 10-15 ദിവസങ്ങൾക്ക് മുന്നേ ഒരു മുറുകൻ പാമ്പിനെ കണ്ടു. അന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കോഴിക്കോടോ മറ്റായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വേറെ ഒരു പാമ്പ് സംരക്ഷണം വിളിച്ച് വീട് മൊത്തം നോക്കി കിട്ടിയില്ല. അപ്പോൾ അന്ന് ഞാൻ വീടിൻ്റെ വീഡിയോ അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വീടിനകത്ത് വന്നിട്ടുണ്ട്, എൻ്റെ മോഷൻ ഒരു അലമാരയുടെ മൂട്ടിലുണ്ടായിരുന്നു, അലമാരയുടെ സൈഡിലുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് 15 ദിവസം കഴിഞ്ഞ് ഞാൻ അഭിചാരിതമായിട്ട് മെഡിക്കൽ കോളേജ് അവരെ കണ്ടു. അപ്പോൾ ചേട്ടാ ഇങ്ങനെയാണ്, ഞാനത് കണ്ടു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കാം. അന്ന് രാത്രി
തന്നെ അവരെന്നെ വിളിച്ച് വീണ്ടും അതിനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, അവർ വീട് മൊത്തം ഒരു 3-4 ചെറുപ്പക്കാരെ വിളിച്ച് വീട് മൊത്തം അരിച്ചുറക്കി കിട്ടിയില്ല. ഞാൻ നേരെ ചെന്നിട്ട് ആ അലമാരയുടെ അവർ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത്, ലാസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് അലമാര നോക്കിയിട്ട് അലമാരയുടെ സൈഡിൽ കൂടെ ലൈറ്റ് അടിച്ചപ്പോൾ അലമാരയുടെ അടുത്ത് 1 മണിക്കൂറിനകത്തുള്ള മോഷൻ അതിൻ്റെ കാഷ്ടം കിടക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അലമാര മറിക്കാൻ പറഞ്ഞു. രണ്ടുപേരും അലമാര മറിച്ച് അലമാരയുടെ കാലിൻ്റെ അടിയിൽ ഒരു സ്പേസ്. എപ്പോഴും നിങ്ങൾ വീട്ടുകാർ ഈ വീഡിയോ കാണുന്ന മുഴുവൻ പേരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇരുമ്പ് അലമാരകൾ വാങ്ങുമ്പോൾ ആ ബോക്സ് ഫില്ലായിട്ടുള്ള ബോക്സ് വാങ്ങിയില്ലെങ്കിൽ അടിയിൽ കാല്, അതെ. അപ്പോൾ ഇതിനകത്തൊരു സ്പേസാണ്. ഇതിനകത്ത് പാമ്പുകൾക്ക് മാസങ്ങളിരിക്കാം. കാരണം അവൻ്റെ ഫുഡ്, ഇപ്പോൾ ചുവർ പാമ്പാണെങ്കിൽ അവൻ്റെ ഫുഡ് പല്ലിയാണ്. പല്ലി അവന് ധാരാളം അവിടെ കിട്ടും. അതിന് ഈ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ഈ പല്ലിയെ പിടിക്കാൻ ഈ ചുവർപ്പാമ്പിനെ പിടിക്കാനായിട്ട് ചുവർപ്പാമ്പിന് ഇഷ്ടമായിട്ട് ഭക്ഷിക്കുന്ന ഒരു പാമ്പാണ് ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ. ഈ ചുവർപ്പാമ്പിനെ പിടിക്കാൻ വെള്ളിക്കെട്ടൻ വീടിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നത്. അപ്പോഴും നമുക്ക് അപകടം ഉണ്ടാകും. പിന്നെ ഈ അലമാരുടെ കാലിൻ്റെ അടിയിലുള്ള സ്പേസിൽ ഈ മൂർഖൻ 15 ദിവസം അവിടെ ഇരുന്നു എന്നുള്ളതാണ്. കാരണം വേറെ എങ്ങും അവിടെ ഇരുന്നിട്ടില്ല. കാരണം അതിനകത്ത് ഒരു 10 ദിവസം മുന്നുള്ള ഉണങ്ങിയ മോഷൻ എനിക്ക് കിട്ടി, അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. പിന്നെ അന്ന് പാസ് ചെയ്തതും കിട്ടി. അപ്പോൾ ഇവ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ നല്ല സ്പേസ് ആയിരുന്നു. അപ്പോൾ അവിടെ സുഖമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പാമ്പിന് ഇരിക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നത്. പിന്നെ ഒന്നുകൂടി, ബാത്റൂമിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാനുള്ള സ്ഥലം എപ്പോഴും സീൽഡ് ആക്കുക. നല്ല ഉറപ്പുള്ള സാധനങ്ങൾ വെച്ച് സീൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആണെങ്കിൽ ആ പുറത്തുനിന്ന് കയറി വരുന്നത് ഈ അകത്തെ ഈ നെറ്റ് തട്ടിയിട്ട് അകത്ത് കയറും, നമ്മളറിയില്ല. ഇത് നമ്മുടെ വീടിനകത്ത് തൊട്ടടുത്തുള്ള എന്താ പറയുക ഡ്രസ്സിങ് റൂമിലോ ബെഡ്റൂമിനകത്തോ, അല്ലെങ്കിൽ ഈ ബെഡ്റൂമിനകത്ത് ഈ ഇരുമ്പ് അലമാരയൊക്കെ കൊണ്ട് ഇതിനകത്തിരിക്കും, അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ അറിയാതെ രാത്രി ചിലപ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് വീട്ടിലുള്ളവർ എണീക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഇടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ കടികിട്ടി ഒരുപാട് സമയം നേരെ കട്ടിലിൽ നിന്ന് താഴോട്ടെടുത്ത് കാല് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ബാത്റൂമിൻ്റെ സൈഡിൽ ഡോറിനോട് ചേർന്ന് ഇവന് വെള്ളം കുടിക്കാനായിട്ട് വന്ന് ഇടയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്ന് തണുപ്പുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും അവർ അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങി വന്ന് ചവിട്ടുന്നത്. എനിക്കൊന്ന് ഈ കഴിഞ്ഞ 2024 ഒരു 7ഓളം കേസ് രാത്രികളിൽ വീട്ടിനകത്ത് പാമ്പിനെ ചവിട്ടി കടികിട്ടിയ അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ വർഷം തന്നെ കട്ടിലിൽ കിടന്ന് പാറച്ചാലെ കട്ടിലിൽ കിടന്നിറങ്ങിയ ഒരു മോള് പാമ്പടിയിട്ട് മരണപ്പെട്ടു. കോഴിക്കോട് ഒരു കട്ടിലിൽ കിടന്നുറങ്ങിയ മോൻ പാമ്പടിയിട്ട് മരണപ്പെട്ടു. പക്ഷേ ഈ 2 കാര്യവും കിട്ടാൻ സാധ്യത വീട്ടിന് വെളിവശം വൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഒന്ന്. രണ്ടാമത് ഡോറ് സേഫായിട്ടുള്ള ജനലുകളല്ലായിരുന്നു. അപ്പോൾ ഇത് പുറത്തുനിന്ന് വിറക് കൂടെ കയറി ജനൽ വഴി ജനലിൻ്റെ അടിയിലൊക്കെ ദ്രവിച്ചിരിക്കുന്നു. ഈ ദ്രവിച്ചിരുന്ന ജനലിൻ്റെ അടിയിൽ ചുവർ പാമ്പുകളിരിക്കും. അതിനെ പിടിക്കാണ് ശംഖുവരൻ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അത് അകത്തുനിന്ന് ഈ ചുവർ പാമ്പ് അകത്തേക്ക് ചാടി ആ ക്രൈറ്റും കൂടെ ചാടിയാണ് ഈ മോൻ്റെ ദേഹത്ത് കടി കിട്ടിയിട്ട് മോൻ മരണപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ മഴക്കാലം വേണം എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ ചുമതലയാണ്. അച്ഛൻ്റെ അമ്മയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് മക്കളാണ്. അപ്പോൾ ഇവർ ഇതൊക്കെ സൂക്ഷിച്ച്, പിന്നെ ഒരു കാര്യം കൂടി, അടുത്ത പറമ്പുകളിലുള്ള മരങ്ങളിൽ നിന്ന് ഈ ആയ കെട്ടുന്നൊരു വിനോദം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. മരങ്ങളിൽ നിന്ന്, അത് മരം എന്ന് പറയുമ്പോൾ പന്തലിച്ച് കിടക്കുന്ന മരമായിരിക്കും. അപ്പോൾ ഈ പന്തലിച്ച് കിടക്കുന്നതിൽ കൂടെ പാമ്പുകൾക്ക് മുകളിലേക്ക്, മൂർഖൻ പാമ്പിന് മുകളിലേക്ക് കയറാൻ പറ്റും. അതുപോലെ ചേര കയറി വരും, വില്ലൂന്ന് കയറി. ഇപ്പോൾ ഇവർ ഈ ആയയിൽ കൂടെ സഞ്ചരിച്ച് നമ്മുടെ വീടിനകത്തേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാമ്പ് കടിയിൽ നിന്ന് 99 അല്ല 100% നമുക്ക് രക്ഷ നേടാൻ പറ്റും. പിന്നെ നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടക്കണം. അത് നിർബന്ധമാണ്, ചെരുപ്പിട്ട് തട്ടി നടക്കുക. അതുപോലെ ഇപ്പോൾ ചെടിയെ സ്നേഹിക്കുന്ന അമ്മമാരുടെ ഒരു കാര്യം കൂടി പറയാം. ഈ ചെടിയെ സ്നേഹിക്കുന്ന അമ്മമാർ ഇപ്പോൾ 2-3 മാസത്തേക്ക്, 2-3 മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരു 10-20 ദിവസം കൂടി എല്ലാ മുട്ടയും വിരിഞ്ഞു കഴിഞ്ഞ്, മൂർഖൻ്റെ എല്ലാ മുട്ടയും വിരിഞ്ഞു കഴിഞ്ഞ്, ഇനി നമുക്ക് മൂർഖൻ്റെ മുട്ട വിരിയാനായിട്ട് സാധ്യതയില്ല, ആണെങ്കിൽ എല്ലാം പ്രസവിച്ച് കഴിഞ്ഞ് ഇനി അപൂർവമായിട്ട് അങ്ങ് കഴിഞ്ഞ് ഒരു മുറി ഉണ്ടെങ്കിലേ ഉള്ളൂ, ലേറ്റായി ഇണ ചേർന്ന് മാത്രം ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ അതിഥികളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മൾ ഈ ഗാർഡനിലൊക്കെ വന്നിട്ട് ചെടിയിലൊക്കെ കയറി ചുറ്റിയിട്ട്, ഈ റോസയിലൊക്കെയാണ്, റോസയുടെ മുള്ളിൽ എൻ്റെ അവിടെയൊക്കെ ചുറ്റി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചെടിയെ സ്നേഹിക്കുന്ന അമ്മമാരൊന്നും ശ്രദ്ധിക്കാതെ സന്ധ്യ ആകുമ്പോഴൊക്കെ ചെന്ന് ചെടിയെ തടവാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് അപകടമാണ്. അങ്ങനെ ഒരുപാട് കടി കിട്ടുന്നുണ്ട്. പക്ഷേ ചെറിയ കടികളായതുകൊണ്ടാണ് വാർത്ത വരാത്തത്. വാർത്ത അത് അക്കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാതിരിക്കുക. തുണി കുറഞ്ഞത് ഇത്രയും വീതിയുള്ള തുണിയെങ്കിലും ഉപയോഗിച്ച്, ഈ കഫിൻ്റെ വീതിയെങ്കിലുള്ള തുണി ഉപയോഗിച്ച് കെട്ടിയതിൻ്റെ അവിടെ നിന്ന് 8, 9, 5 മുകളിലേക്ക് ചുറ്റി കെട്ടുക. ടൈറ്റാക്കി കെട്ടരുത്. രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. അതുപോലെ ഒരു കഷ്ണം തുണിയിലൊക്കെ കെട്ടിയതിൻ്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. കാലിലാണ് കടിയേറ്റാൽ തൂക്കിയിടുമ്പോൾ നീര് വെക്കും. നീര് വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ നീര് പിന്നെ അവിടെ സർക്കുലേഷൻ കുറയുമ്പോൾ പിന്നെ അവിടെ ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും. എൻ്റെ അതെ, പിന്നെ ഒരു സമയത്ത് നമുക്ക് മുറിക്കേണ്ടി. അപ്പോൾ കാലിലൊക്കെ നല്ല കടിയേക്കാൻ, വലിയ മുറുക്കൻ്റെ കടിയേക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും. ആംബ്യൂട്ട് ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. നിവർത്തി ഇരുത്തി കൊണ്ടുപോവുക, കിടക്കാൻ അനുവദിക്കുക, കിടന്ന് കമിഴ്ന്നോ കിടക്കാൻ അനുവദിക്കരുത്, ചരിച്ച് കിടത്തി കൊണ്ടുപോവുക. കയ്യിലാണെങ്കിൽ താപ്പോട്ട് തൂക്കിയിട്ടത് നേപ്പോട്ട് ഉയർത്തി വെക്കാതെ
ഇങ്ങനെ ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിലൊരു സീരിയസ് ആയ കടി നടന്നിട്ടുണ്ട്. നമ്മൾ അത് കടി കിട്ടിയിട്ട് അവർ പറഞ്ഞ് കുഴപ്പമില്ല, അതെന്ന് പറഞ്ഞാൽ ഹംബിനോസ് പിറ്റ് വൈപ്പർ ആയിരുന്നു. അത് ഞാൻ എനിക്ക് തോന്നുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരം മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. കടി കിട്ടിയിട്ട് അവർ ആദ്യം ഒരു വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കുറേ സമയം എടുത്തു. അവിടെ നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഹംബിനോസ് അടിച്ച് മരണമില്ലാന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2 മരണമുണ്ട്. ഇപ്പോൾ അവസാനമായപ്പോൾ ചുണ്ടിക്കൂടെയൊക്കെ ബ്ലഡ് വന്നു, രോമകൂപത്തിൽ കൂടി ബ്ലഡ് വന്നു. അവസാനമാണ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവർ അഞ്ചൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ നേരെ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ആളിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ടു പറഞ്ഞാൽ ഡിലേ ആവാതിരിക്കുക, എത്രയും പെട്ടെന്ന് പാമ്പടിയിട്ട് നമ്മൾ ആൻറ്റിവനം ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലുകൾ തൊട്ടടുത്തുള്ള, ഇപ്പോൾ അറിയാം നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ആൻറ്റിവനം ഉണ്ടെങ്കിലും നമുക്ക് ആൻറ്റിവനം മാത്രം പോരാ. നമുക്ക് ഡയാലിസിങ് യൂണിറ്റുള്ള പണലടിച്ചാൽ ഡയാലിസിങ് ആവശ്യം വരും പെട്ടെന്ന്, അതുപോലെ വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ സംവിധാനമുള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ എത്തിക്കുക. തീർച്ചയായും. ഏതായാലും ഈ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ അത് ഈ പാമ്പ് കടിയിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഈ രോഗം വരുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. പാമ്പ് കടിയിൽ മാത്രമല്ല ഉണ്ടാകേണ്ടത്, പക്ഷേ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ സ്നേക് മാസ്റ്റർ ബാബ സുരേഷ് വിവരിച്ചത്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് മാത്രമല്ല ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ, പ്രായമായവർ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അവ കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഏതായാലും നമ്മുടെ ചേർന്ന സ്നേക് മാസ്റ്റർ ബാബ സുരേഷിന് നന്ദി. ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.